ഹായ് ഹലോ. ഋഗ്വേദിക് ആര്യൻസിന്റെ സോഷ്യൽ ലൈഫ് അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ലൈഫ് ഇതെല്ലാം ഡിസ്കസ് ചെയ്ത് നമ്മൾ ഇനി ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അവരുടെ എക്കോണമി, അവരുടെ സമ്പദ് വ്യവസ്ഥ എങ്ങനെയായിരുന്നു എന്നും അവരുടെ റിലീജിയൻ, അവരുടെ ആരാധനകളൊക്കെ എങ്ങനെയായിരുന്നു എന്നുമായിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. അപ്പം നമുക്ക് ഇനി സമയം കളയാനില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആക്ച്വലി ഇവരുടെ വേ ഓഫ് ഇൻകം അല്ലെങ്കിൽ ഋഗ്വേദിക് ആര്യൻസിന്റെ ഒരു പ്രൈം സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് പാസ്റ്ററലിസം ആണ്. അതായത് കന്നുകാലികളെ മേച്ച് അതിൽ നിന്നുള്ള റവന്യൂ കളക്ട് ചെയ്ത് ജീവിക്കുന്നവരായിരുന്നു ആര്യൻസ് പൊതുവെ. അതുപോലെ തന്നെ അവരുടെ വെൽത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നതും ഒരാള് സാമ്പത്തികമായിട്ട് സ്ട്രോങ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് അവൻ എത്ര പശുക്കൾ സ്വന്തമായിട്ടുണ്ട് എന്നതിന്റെ ബേസിസിലാണ്. അതുപോലെ ഒരു വെൽത്തി മാനിനെ അന്നത്തെ സൊസൈറ്റിയിൽ വിളിച്ചിരുന്നത് ഗോമത് എന്നാണ്. അതായത് ഒരുപാട് കൗസിനെ, പശുക്കളെ സ്വന്തമാക്കിയവൻ എന്നുള്ളൊരു മീനിങ് ആണ് അതിന് വരുന്നത്. അപ്പോൾ ഒരാളുടെ വെൽത്ത് നമ്മൾ മെഷർ ചെയ്യുന്നത് അയാൾ പൊസസ് ചെയ്യുന്ന കൗസിന്റെ ബേസിസിലായിരിക്കും. അല്ലാതെ മറ്റു തരത്തിലുള്ള ട്രേഡോ കൊമേഴ്സോ വ്യാപകമായിട്ടുണ്ടായിരുന്നതായിട്ട് ഋഗ്വേദിക് സൊസൈറ്റിയിൽ നിന്ന് നമുക്ക് വലിയ എവിഡൻസുകളൊന്നും കിട്ടിയിട്ടില്ല. അതുപോലെ ഈ പ്രീസ്റ്റിന് ഡൊണേഷൻ കൊടുക്കുന്നതും കൗസിന്റെ രൂപത്തിലാണ്, ലാൻഡ് അല്ല കൊടുക്കുന്നത്. അതായത് ലാൻഡ് എന്ന് പറയുമ്പോൾ കൃഷി ഉപജീവന മാർഗമാക്കുന്നവർക്കല്ലേ ലാൻഡ് കൊണ്ട് ഉപയോഗം ഉണ്ടാവും. അപ്പൊ അവർക്ക് ലാൻഡ് ഡൊണേഷൻ കിട്ടുന്നതിനേക്കാളും കൂടുതൽ കൗസിനായിരുന്നു രാജാക്കന്മാരൊക്കെ പ്രീസ്റ്റിന് ഡൊണേറ്റ് ചെയ്യുന്നത്. കാരണം അവരുടെ വേ ഓഫ് ഇൻകം അല്ലെങ്കിൽ അവരുടെ സോഴ്സ് ഓഫ് ഇൻകം അല്ലെങ്കിൽ അവരുടെ വേ ഓഫ് ലൈഫ് കൗസിനെ ചുറ്റിപ്പറ്റിയിട്ടായിരുന്നു എന്നുള്ളതിന്റെ എവിഡൻസ് ആണ്. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ അപ്പോൾ സോഷ്യൽ ലൈഫ് പറഞ്ഞപ്പോൾ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്, ഇവർക്ക് സ്ലേവറി എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഫെമിലിയർ ആയിരുന്നു എന്ന് മാത്രമല്ല, ഈ ഡൊണേഷൻസ് ലഭിക്കുമ്പോഴത്തേക്കും വിമൺ സ്ലേവ്സിനെയും ഡൊണേഷൻസ് ആയിട്ട് ഇവര് കൊടുത്തിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മിസ് ചെയ്ത ഒരു പോയിന്റ് ആണ്, സോറി. അപ്പൊ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് ഇവരുടെ ഒരു സോഴ്സ് ഓഫ് ഇൻകം നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഈ യൂണിറ്റ് ഓഫ് കറൻസിയെ നിഷ്ക എന്നാണ് പറയുന്നത്. നിഷ്ക എന്ന് പറയുന്ന ഈ ഒരു കറൻസി ഉണ്ടാക്കിയിരിക്കുന്നത് ഗോൾഡ് കൊണ്ടാണ്. അതുപോലെ ഒരു ബാർട്ടർ സിസ്റ്റവും അവിടെ പ്രവലന്റ് ആയിരുന്നു. അവിടെയും നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ കൗസ് ഒരു പ്രധാന ഒരു യൂണിറ്റ് ഓഫ് വാല്യൂ ആയിട്ട് വരാറുണ്ട്. അവരുടെ വേർഡ്സും അവരുടെ ഗ്ലോസറി നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവർ യൂസ് ചെയ്യുന്ന പല വേർഡ്സും സ്റ്റാർട്ട് ചെയ്യുന്നത് ഗോ, അതായത് സാൻസ്ക്രിറ്റിൽ അതിന് മീനിങ് എടുത്തു കഴിഞ്ഞാൽ കൗ എന്ന് പറയുന്ന ഗോ എന്ന ആ ഒരു ധാതുവില് ആയിരിക്കും പല വേർഡ്സും തുടങ്ങുന്നത്. അവരുടെ ഗ്ലോസറി പരിശോധിച്ചാൽ തന്നെ ഗോത്ര, അതുപോലെ തന്നെ ഗോധുലി, ഇതൊക്കെ അതിന്റെ ഒരു എക്സാമ്പിൾസ് ആണ് അങ്ങനെയുള്ള വേർഡ്സിന്റെ. ഇനി അവരുടെ അഗ്രികൾച്ചറിന്റെ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇവരൊരു ഷിഫ്റ്റിംഗ് അഗ്രികൾച്ചർ പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. അതായത് ആദ്യം ഒരു കൾട്ടിവേഷൻ അവർ നടത്തും, അതിന്റെ ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞതിന് ശേഷം അത് മുഴുവൻ ക്ലിയർ ചെയ്ത് അതിനെ ബേൺ ചെയ്ത് അതിന്റെ ആഷ് ഫെർട്ടിലൈസർ ആക്കിയിട്ട് ഒരു നാച്ചുറൽ ഫെർട്ടിലൈസർ ആയിട്ട് അതിന്റെ ആഷ് യൂസ് ചെയ്ത് പിന്നെയും അവിടെ വിത്ത് വിതയ്ക്കുക. ഇതിനെയാണ് ഷിഫ്റ്റിംഗ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. ഒന്ന് ഹാർവെസ്റ്റ് ചെയ്ത് അത് ബേൺ ചെയ്ത് ആഷാക്കി അടുത്തത് അവിടെ സോ ചെയ്യുന്നു, വിതയ്ക്കുന്നു. ഇങ്ങനെ ഒരു അഗ്രികൾച്ചറൽ സിസ്റ്റം അവര് പ്രാക്ടീസ് ചെയ്തിരുന്നു. അതുപോലെ അവരുടെ പ്രധാനപ്പെട്ട ഒരു ധാന്യം എന്ന് പറയുന്നത് ബാർലിയാണ്. അതിനെ അവർ യവ എന്ന് വിളിക്കും. അപ്പൊ ഈ യവ അല്ലെങ്കിൽ ബാർലിക്ക് പുറമെ മറ്റ് അഗ്രികൾച്ചറിനെ പറ്റിയിട്ട് നമുക്ക് അങ്ങനെ വലിയ എവിഡൻസുകളൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. ഇനി അവരുടെ ഈ ഒരു കൃഷി പരിപാലിക്കാനായിട്ട് അവര് ഡിപ്പെൻഡ് ചെയ്യുന്ന ഗോഡ് ലോർഡ് ഇന്ദ്രയാണ്. ഇന്ദ്രയെ ഊർവരജിത്ത് എന്നായിരുന്നു അവര് ഡിസ്ക്രൈബ് ചെയ്തിരുന്നത്. അതായത് ഫെർട്ടൈൽ ഫീൽഡ്സ് കീഴടക്കിയവൻ എന്നുള്ള രീതിയിൽ ഇന്ദ്രയെ ഊർവരജിത്ത് എന്നവര് ഡിസ്ക്രൈബ് ചെയ്തിരുന്നു. ഇനി അവരുടെ ഈ ഒരു മെറ്റലർജിക്കൽ ആക്ടിവിറ്റീസ് പരിശോധിച്ചു കഴിഞ്ഞാൽ അവർക്ക് കോപ്പർ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു മെറ്റലാണ്. പക്ഷെ അയൺ അവര് വളരെ കുറവായിട്ടായിരുന്നു യൂസ് ചെയ്തിരുന്നത്. അയണിന് പകരം അവർ വ്യാപകമായിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു മെറ്റൽ കോപ്പറാണ്. പക്ഷേ ഇവരുടെ പ്ലോസ് ഒക്കെ വരുന്നത്, കലപ്പയൊക്കെ വരുന്നത് വുഡൻ പ്ലോസ് ആണ് അവര് നിലമുഴാനൊക്കെ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇവരുടെ കൃഷിഭൂമിയെ ക്ഷേത്ര എന്നാണ് പറയുന്നത്. ക്ഷേത്ര എന്ന് വിളിക്കുന്നത് അവരുടെ ആ ഒരു കൃഷിയിടങ്ങളാണ്. അതുപോലെ തന്നെ ഡൈസ് ഗാംബ്ലിങ്ങും
ചാരിയറ്റ് റേസും ഒക്കെ, അതായത് രഥം കൊണ്ടുള്ള റേസും നമ്മുടെ ഈ ചൂതുകളി പോലുള്ള ഡൈസ് ഗെയിംസും ഒക്കെ അവരുടെ ഒരു പാസ് ടൈംസ് ആയിരുന്നു. ഇനി അവരുടെ ട്രാൻസ്പോർട്ടിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ബുള്ളോക്ക് കാർട്സുകളും ഹോഴ്സ് ഡ്രിവൺ ചാരിയറ്റ്സും ആയിരുന്നു അവർ വ്യാപകമായിട്ട് ട്രാൻസ്പോർട്ടേഷന് വേണ്ടി യൂസ് ചെയ്തിരുന്നത്. പക്ഷേ കടലിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ ബോട്ട് ഉപയോഗിച്ചുള്ള ട്രാൻസ്പോർട്ടേഷനെ പറ്റിയിട്ടുള്ള എവിഡൻസുകളും നമുക്ക് ഋഗ്വേദയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അവരുടെ റിലീജിയന്റെ കാര്യം നോക്കാം. അവരുടെ റിലീജിയന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ടെമ്പിൾസ് കൺസ്ട്രക്ട് ചെയ്തതായിട്ടോ അല്ലെങ്കിൽ ഐഡൽ വർഷിപ്പിംഗ് നടന്നതായിട്ടോ ഉള്ള എവിഡൻസുകളൊന്നും തന്നെ നമുക്ക് ലഭിച്ചിട്ടില്ല. ഈ ഋഗ്വേദിക് ആര്യൻസ് പൊതുവെ നാച്ചുറൽ ഫോഴ്സിനെ ആരാധിക്കുന്നവരായിരുന്നു. അതായത് നമുക്ക് ശ്വസിക്കാൻ വേണ്ടി ഏറെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. സോ വായു ഒരു ദേവൻ, നമ്മുടെ കൃഷികളെല്ലാം മഴ സംരക്ഷിക്കുന്നു, അപ്പൊ മഴ ഒരു ദേവൻ. അപ്പൊ അങ്ങനെ നാച്ചുറാലിസ്റ്റിക് പോളിത്തീസം ആയിരുന്നു ഇവര് ഫോളോ ചെയ്തു വരുന്ന റിലീജിയൻ. അത് മാത്രമല്ല ഇവരുടെ ആരാധനാ രീതികളൊക്കെ വളരെ ഓപ്പൺ ആയിട്ടുള്ള യജ്ഞങ്ങളും അല്ലെങ്കിൽ സാക്രിഫൈസുകളും ഈ പറയുന്ന ബലി, മൃഗബലി ഒക്കെ നടത്തിയിട്ടായിരുന്നു ഇവര് ആരാധന പ്രകടിപ്പിച്ചിരുന്നത്. അവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പശുക്കളെ സാക്രിഫൈസ് ചെയ്യാറില്ല. പശുക്കളെ അവര് മൃഗബലിക്ക് വേണ്ടി ഉപയോഗിക്കാറില്ല. അത് അവരുടെ ഒരു ഹോളി ആനിമൽ ആയിരുന്നു. അപ്പൊ ഇങ്ങനെ അവര് ആരാധിച്ചിരുന്ന ദേവന്മാർ ആരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ദ പ്രൈമറി ഡയറ്റി എന്ന് പറയുന്നത് ഇന്ദ്രയാണ്. നമ്മുടെ ഋഗ്വേദിക് സൊസൈറ്റിയിലെ ഒരു പ്രൈമറി ഡയറ്റി ഇന്ദ്ര ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇന്ദ്ര എന്ന് പറയുന്ന ഒരു ഡയറ്റിക്ക് വേണ്ടി മാത്രം 250 ഹിംസ് നമുക്ക് ഋഗ്വേദത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ ദ മോസ്റ്റ് പ്രോമിനന്റ് ഡയറ്റി ഓഫ് ഋഗ്വേദിക് സൊസൈറ്റി ലോർഡ് ഇന്ദ്രയാണ്. ഇനി ദ സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡയറ്റി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഗ്നിയാണ്. അതായത് അഗ്നിയെ നമ്മുടെ ഋഗ്വേദത്തില് എർത്തിന്റെയും ഹെവനിന്റെയും ഒരു ചൈൽഡ് ആയിട്ടാണ്, മകനായിട്ടാണ് അഗ്നിദേവനെ ഋഗ്വേദത്തിൽ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഈ അഗ്നിദേവന് വേണ്ടി മാത്രം 200 ഹിംസ് നമുക്ക് ഋഗ്വേദത്തിൽ നിന്നും കണ്ടെടുക്കാൻ സാധിക്കും. അതുപോലെ മനുഷ്യനും ദൈവത്തിനും ഇടയിലുള്ള ഒരു കണ്ണിയായിട്ടാണ് ഈ അഗ്നിയെ അവർ കാണുന്നത്. കാരണം ഹോമങ്ങളും യജ്ഞങ്ങളും വഴിയാണല്ലോ അവർ ആരാധന പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ഈ ആരാധിക്കുന്ന സമയത്ത് മനുഷ്യനും ദൈവത്തിനും ഇടയിലുള്ള ആ ഒരു കണക്റ്റിംഗ് ലിങ്ക് ആയിട്ടായിരുന്നു അവര് അഗ്നിദേവനെ കാണുന്നത്. ഇനി അത് തേർഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ദേവ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരുണനാണ്. അതായത് നമ്മുടെ ഈ കോസ്മിക് ഓർഡർ എല്ലാം നിലനിർത്തുന്നത് വരുണദേവനായിട്ടാണ് അവരെ കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ അവർക്ക് ഗോഡ് ഓഫ് പ്ലാന്റ്സ് ഉണ്ട്, സോമ എന്നാണ് ആ ഒരു ഗോഡ് ഓഫ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ബ്രാഹ്മൺസിന്റെ ഒരു സ്പെഷ്യൽ ഡയറ്റി ആയിട്ടുള്ള സോമ നമ്മളെ മെൻഷൻ ചെയ്യുന്നത് ഋഗ്വേദത്തിൽ. ഇനി ലോർഡ് ഓഫ് ഡെത്ത് ആയിട്ടുള്ള യമ, അതുപോലെ ആർച്ചർ ഗോഡ് ആയിട്ടുള്ള രുദ്രാസ്, മരുദാസ്, ഇങ്ങനെ നിരവധി ഡയറ്റീസ് നമുക്ക് ഋഗ്വേദത്തിൽ നിന്നും കാണാൻ സാധിക്കും. ഇനി ഈ ഒരു ഡയറ്റീസ് അല്ലാതെ ഡെമി ഗോഡ്സ്, ഗന്ധർവന്മാർ, അപ്സരസുകൾ, ആര്യമാൻസ്, ഇങ്ങനെയുള്ള ഡെമി ഗോഡ്സിനെ പറ്റിയിട്ടുള്ള മെൻഷനിങ്ങും നമുക്ക് ഋഗ്വേദയിൽ കാണാൻ സാധിക്കും. അപ്പൊ ഇതാണ് അവരുടെ റിലീജിയന്റെ ഒരു ഓവർവ്യൂ. അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ ചോദിക്കാം. എല്ലാ കമന്റ്സിനും ആൻസർ തരുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.